റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽ കുടുങ്ങി ബി.ജെ.പി. ഭാരവാഹി പട്ടിക വൈകുന്നു. സി കൃഷ്ണകുമാറിനെയും പി സുധീറിനെയും ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിലാണ് തർക്കം. ഒരാളെ നിലനിർത്തണമെന്നാണ് മുരളീധര പക്ഷത്തിന്റെ ആവശ്യം. ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തുന്നതിലും അതൃപ്തി. വി മുരളീധര പക്ഷത്തെയും കെ സുരേന്ദ്രനെയും അവഗണിച്ചെന്നുവെന്നും ആക്ഷേപമുണ്ട്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത്. രഞ്ജിത്ത് എവിടെയെന്നൊക്കെ കമന്റ് ബോക്സിൽ ആളുകൾ ചോദിച്ചു തുടങ്ങി. രാവിലെ ആയാൽ രഞ്ജിത്തിനെ കാണണം ആ ദിവസം തുടങ്ങാനെന്നാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ആദ്യം അത് പറയൂ. പുതിയ എല്ലാ ദിവസത്തെയും പോലെ മനോഹരമായൊരു പ്രഭാതമാണ്. വാർത്തകൾ ഒരുപാടുണ്ട് കോഴിക്കോട് നിന്ന്. ഞാൻ മാത്രമല്ല, നമ്മുടെ ടീം മൊത്തം സജ്ജമായി നിൽക്കുകയാണ് കോഴിക്കോട്ടെ വാർത്തകൾ തരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പോരട്ടെ. ചുടാ നമുക്ക് ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ബി.ജെ.പിക്കകത്തെ കാര്യങ്ങൾ, ഇപ്പോൾ കെട്ടിടമൊക്കെ തയ്യാറായി ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അമിത്ഷാ എത്തുന്നു, അതിന്റെ ആവേശം ഒരു ഭാഗത്ത്. പക്ഷേ ജനറൽ സെക്രട്ടറിമാർ ആരൊക്കെ, ആ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇന്നലെ പേരൊക്കെ ആയതാണല്ലോ, ആ പേര് പോരാ, അതിൽ ചില പേരുകൾ കൂടി വേണം എന്നതാണോ ആവശ്യം? തീർച്ചയായിട്ടും പട്ടിക സംബന്ധിച്ചൊരു അന്തിമ ധാരണയായിട്ടുണ്ട്. പക്ഷേ ആ അന്തിമ ധാരണയായ പട്ടികയെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് അകത്ത് ഇപ്പോൾ ചെറിയ വിമർശനങ്ങളുണ്ട്. അതിൽ നേരത്തെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള, അതായത് നിലവിൽ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള 4 പേരെന്ന് പറയുന്നത്, ഒന്ന് കൃഷ്ണകുമാർ, പാലക്കാട്ടെ കൃഷ്ണകുമാർ, മറ്റൊന്ന് അഡ്വക്കേറ്റ് പി സുധീർ, അതുപോലെ എം.ടി. രമേശ്, ജോർജ് കുര്യൻ എന്നിവരായിരുന്നു. ജോർജ് കുര്യൻ സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രിയായിട്ട് ഒഴിഞ്ഞു. എം.ടി. രമേശിനെ നിലനിർത്താനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം. പക്ഷേ മറ്റു 2 പേരുണ്ട്, അത് സി കൃഷ്ണകുമാറും പി സുധീറുമാണ്. ഇവർ 2 പേരും കെ സുരേന്ദ്രന്റെ നോമിനികളായി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ളവരാണ്. ഇവരെ 2 പേരെയും ഒരുമിച്ച് ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റുന്നതിനെതിരെയാണ് ഇപ്പോൾ ചെറിയ വിമർശനം ഉയർന്നു വരുന്നത്. അതായത് കെ സുരേന്ദ്ര പക്ഷത്തെയും മുരളീധര പക്ഷത്തെയും പൂർണ്ണമായും അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സുധീറിനെയും അതുപോലെ കൃഷ്ണകുമാറിനെയും ഒരുമിച്ച് ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റിയാൽ കോർ കമ്മിറ്റിയിൽ ഇവർ 2 പേരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കോർ കമ്മിറ്റിയിൽ സുരേന്ദ്ര പക്ഷത്തിനും മുരളീധര പക്ഷത്തിനും ആളെണ്ണം കുറയും എന്നുള്ളതാണ്. കാരണം കോർ കമ്മിറ്റിയിൽ വരണമെങ്കിൽ ഒന്നുകിൽ ജനറൽ സെക്രട്ടറി ആവണം, അല്ലെങ്കിൽ ഉപാധ്യക്ഷന്മാരാക്കി അവരെ കോർ കമ്മിറ്റിയിൽ എടുക്കാനുള്ള പ്രത്യേക തീരുമാനം ഉണ്ടാവണം. സാധാരണ ഉപാധ്യക്ഷന്മാർ കോർ കമ്മിറ്റിയിൽ ഉണ്ടാവാറില്ല. എൻ രാധാകൃഷ്ണൻ ഉപാധ്യക്ഷനാണ്, പക്ഷേ അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകമായി തീരുമാനിക്കുമായിരുന്നു. അങ്ങനെ പ്രത്യേക തീരുമാനങ്ങൾ ഉണ്ടെങ്കിലേ ജനറൽ സെക്രട്ടറിക്ക് പുറത്ത് അധ്യക്ഷനല്ലാത്ത, മുൻ അധ്യക്ഷന്മാരല്ലാത്ത ആളുകൾ കോർ കമ്മിറ്റിയിൽ വരാറുള്ളൂ. അപ്പോൾ കോർ കമ്മിറ്റിയിൽ സുരേന്ദ്ര പക്ഷത്തിന്റെ സ്വാധീനം കുറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഈ പാർട്ടിയുടെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മോർച്ചകൾ എന്ന് പറയുന്നത് മഹിളാ മോർച്ചയും യുവമോർച്ചയുമാണ്. ഈ 2 മോർച്ചകളിലും സുരേന്ദ്ര പക്ഷത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു. അതിൽ യുവമോർച്ചയിലാണെങ്കിൽ ശ്യാംരാജിനെ മുന്നോട്ട് വെക്കുമ്പോൾ ശ്യാംരാജും സുരേന്ദ്ര പക്ഷത്തിനുള്ള ആളല്ല. അതുപോലെ മഹിളാ മോർച്ചയിൽ നവ്യ ഹരിദാസാണ്, പി കെ കൃഷ്ണദാസ് പക്ഷത്തിനുള്ള വനിതാ നേതാവാണ് നവ്യ ഹരിദാസ്. അപ്പോൾ നവ്യ ഹരിദാസ് വരുമ്പോഴും മറുപക്ഷത്തിന് ആക്ഷേപമുണ്ട്. മറ്റു മോർച്ചകൾ, ഇപ്പോൾ ന്യൂനപക്ഷ മോർച്ചയാണെങ്കിലൊക്കെ പാർട്ടിയിൽ അത്രത്തോളം ഈ യുവമോർച്ചയോളം വലിയ പ്രാമുഖ്യമുള്ള മോർച്ചകളല്ല. അപ്പോൾ അതിലും വി മുരളീധര പക്ഷത്തിനും സുരേന്ദ്ര പക്ഷത്തിനും ഒരു തഴയൽ, അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. മാത്രവുമല്ല, ഈ യുവമോർച്ചയിലും മഹിളാ മോർച്ചയിലും ഒക്കെ നേരത്തെ പ്രവർത്തിച്ചു വന്നിരുന്ന സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന കാലത്തുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിലും ഉള്ള അമർശമുണ്ട്. ഇപ്പോൾ യുവമോർച്ചയിലാണെങ്കിൽ കെ ഗണേഷൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കെ ഗണേഷിനെ സംസ്ഥാന യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല. പാർട്ടിയിലും അദ്ദേഹത്തിന് കൃത്യമായ അക്കോമഡേഷൻ കൊടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുരേന്ദ്ര പക്ഷത്തെയും മുരളീധര പക്ഷത്തെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ളൊരു പട്ടിക വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആക്ഷേപമായി ഉയരുന്നത്. അമിത്ഷാ കേരളത്തിലെത്തി പുതിയ പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് ഈ ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷേ ഇന്നലെ അത് പ്രഖ്യാപിച്ചില്ല. ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചേക്കാം. ആ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ തർക്കം എന്താകും, ആ തർക്കം എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയാൻ നമുക്കും അതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കാം. വി എസ് രഞ്ജിത്താണ് വാർത്തയുമായി നമുക്കൊപ്പം ചേർന്നത്.